ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്ന മാതിരി അതായത് ടൊമാറ്റോ കെച്ചപ്പ്. വീട്ടിൽ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പ് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മളെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഞാൻ ഫ്രഷ് തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല കുറച്ചും കൂടി നല്ല പഴുത്ത വെള്ളം ചേർന്ന തക്കാളി ആണെങ്കിൽ നല്ലതാണ്. അതെടുത്തിട്ടുണ്ട്. കഴുകി റാൻഡം പീസസ് ആയിട്ട് ചെറുതായിട്ട് മുറിക്കണം, വലുതായിട്ട് മുറിക്കണം എന്നൊന്നുമില്ല. ജസ്റ്റ് റാൻഡം ആയിട്ട് പീസസ് ആയിട്ട് മുറിച്ചെടുക്കുക. ഈ മുറിച്ച എല്ലാ തക്കാളിയും നമ്മൾ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത്, അതായത് ഒരു 1/4 ഗ്ലാസ് ഇല്ല 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് അടച്ച് വെച്ച് ഒരു 3-4 വിസിൽ അടുപ്പിച്ചെടുക്കണം. ടൊമാറ്റോ എത്രത്തോളം നല്ല സോഫ്റ്റ് ആവോ അത്രത്തോളം നമുക്ക് ജ്യൂസി ആയി കിട്ടും. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ടൊമാറ്റോ നല്ലോണം അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുറേ ജ്യൂസും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വെള്ളം നല്ലോണം വിട്ട് വന്നിട്ടുണ്ട് തക്കാളിയിൽ നിന്ന്. ഇത് നന്നായിട്ട് തണിയണം. തണിഞ്ഞ പിന്നെ നമ്മൾ ഒന്നും കൂടി മിക്സിയിൽ അരച്ചെടുക്കണം. ഞാനിവിടെ വെള്ളം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളം മാറ്റി വെച്ച് നമ്മൾ തക്കാളി മാത്രം നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ തക്കാളി അരച്ചെടുത്തു. നല്ല ടൊമാറ്റോ പ്യൂരി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് ഒരു ഫിൽട്ടർ യൂസ് ചെയ്ത് നമ്മൾ ഒരു പാനിലേക്ക് ഡയറക്റ്റായിട്ട് ആ വെള്ളം കൂടി ചേർത്ത് ഒന്നെല്ലാം കൂടി ഫിൽട്ടർ ചെയ്ത് നമ്മളെ പാനിലേക്ക് ഞാൻ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് കുറുകി എടുക്കണം. നല്ല ചൂടാക്കി കുറുകി നല്ല തിക്ക് പേസ്റ്റ് ആവുന്ന മാതിരി ചെയ്തെടുക്കണം. അതുകൊണ്ട് വെള്ളം കളയരുത്, അതിലും ടേസ്റ്റ് ഉണ്ടാവും. അത് കുറുകി തന്നെത്താൻ പോകണം. മൊത്തം ഞാൻ ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് എടുത്തു. കണ്ടില്ലേ, കുരു അതിലെ തൊലിയെല്ലാം സെപ്പറേറ്റ് ആയി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സൈഡെല്ലാം തിക്ക് കൺസിസ്റ്റൻസി നമ്മളെ ടൊമാറ്റോ പ്യൂരി ഉണ്ട്, പിന്നെ വെള്ളമുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇപ്പോൾ ചേരുവകൾ ചേർക്കണം. ഓൺലി 3 ഇൻഗ്രീഡിയൻസ് ആണ്, മൂന്ന് ഐറ്റംസ് ആണ് നമ്മൾ ചേർക്കേണ്ടത്. ഒന്ന്, അതായത് ഷുഗർ. നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ഷുഗർ ആദ്യമേ അധികം ചേർക്കരുത്. ഒന്ന് കുറുകി വന്നപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് വേണമെങ്കിൽ ലാസ്റ്റിൽ 1-2 സ്പൂൺ ചേർക്കാം. ഇത് വെനീഗർ 1-2 സ്പൂൺ നമ്മൾ ഒരു 4 ടേബിൾ സ്പൂണോളം ചേർക്കണം. പിന്നെ ഉപ്പ്, ആ വെനീഗർ പഞ്ചസാര ടേസ്റ്റിനൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ ഇതിനെ ഇനി സമയം കൊടുക്കേണ്ടത് ഒരേ ഒരു കാര്യത്തിനാണ്, കുറുകി ഒന്ന് തിക്ക് പേസ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ട്. പ്രൊസീജിയർ ചെറുതാണെങ്കിലും സമയം കുറച്ചെടുക്കും. അതായത് നമ്മൾ അടുത്ത് തന്നെ നിന്ന് ഒരു 5 മിനിറ്റിന് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ എല്ലാം നമ്മളെ പാത്രത്തിന് സൈഡ് പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ തിളച്ച് വരുമ്പോൾ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. കണ്ടില്ലേ, കുറച്ച് തിക്കായിട്ടുണ്ട്. ഇത് എത്രത്തോളം പാകം ചെയ്യണം എന്നുള്ളതിന് നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ പ്ലേറ്റിൽ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വാട്ടർ കണ്ടൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഇനിയും കുക്കാകണം എന്നാണ് അർത്ഥം. ലാസ്റ്റ് നമ്മൾ സോസ് റെഡിയായി കഴിയുമ്പോൾ നമ്മൾ വാട്ടർ കണ്ടൻറ്റ് ഇല്ലാതിരിക്കും. കാണുന്നില്ലേ, നല്ല തിക്ക് പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിൽ ഒരു ഓപ്ഷണൽ ഇൻഗ്രീഡിയൻറ്റും കൂടിയുണ്ട്, അതായത് സ്പൈസ്, മുളക് പൊടി. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. സ്വീറ്റ് ടൊമാറ്റോ കെച്ചപ്പാണെങ്കിൽ അതൊക്കെ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ലാസ്റ്റിൽ നമുക്ക് ഒന്നും കൂടി എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി ചേരുവകളെല്ലാം ശരിയായിട്ടുണ്ടോ, കറക്റ്റ് അളവുണ്ടോ എന്ന് നോക്കാം. ഇല്ലാത്തത് നമുക്ക് ചേർക്കാം.
തിക്ക് ടൊമാറ്റോ കെച്ചപ്പ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നും വാട്ടർ കണ്ടൻറ്റ് ഒന്നും വിട്ട് വരുന്നില്ല. ടൊമാറ്റോയിലെ ഫ്രഷ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് തണിയാൻ വെക്കാം. സോ ഇതമ്മ നല്ല നമ്മളെടുത്തിലെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ക്ലോസ് ചെയ്ത് അതേപോലെ ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അത്യാവശ്യം നമ്മൾ പുറത്ത് വാങ്ങുന്ന അതേമാതിരി ഒരു 1.5 month to 2 months നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഉപയോഗകരമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ ചെയ്തവരെല്ലാം കമൻറ്റ്സ് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.